എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വാഴത്തോട്ടത്തിൽ കിടക്കുന്ന ഹനുമാന്റെ കാര്യമാണ്. അദ്ദേഹം വളരെ വൃദ്ധനായി എണീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ വാഴത്തോട്ടത്തിന്റെ നടുക്കൂടിയുള്ള പാതയിലാണ് കുറുകെ കയറി ഹനുമാൻ കിടന്നത്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് കോട്ടുവാ വിട്ടു, വാലിളക്കിയൊക്കെ കാണിച്ചപ്പോ അതിന്റെ ഭയങ്കരമായ ശബ്ദം ആ വാഴത്തോട്ടത്തിൽ പ്രതിധ്വനിച്ചു. ഈ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഭീമൻ അങ്ങ് കോർമയിൽ കൊണ്ടു. ആരാണ് ഇത്രയും വലിയ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു വന്നു. അങ്ങനെ നടന്നു വന്നപ്പോ കാണാം വലിയ ഒരു പർവ്വതം പോലെ തേജസ്വിയായ ഒരു പടുവൃദ്ധൻ വാനരം കിടക്കുന്നു. അതും വഴിയുടെ കുറുകെയാണ് കിടക്കുന്നത്. അപ്പോ ഭീമസേനൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു. എന്നിട്ട് ഭീമസേനൻ പറയുകയല്ല, ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി. ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിയപ്പോ ആ വാഴത്തോട്ടത്തിലുള്ള ജീവികൾ ഓടി ഒളിച്ചു. അപ്പോ ഹനുമാൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കിയിട്ട് ചോദിച്ചു, സോദര, നീ ആരാണ്? എന്തിനാണ് ഇത്രയും വലിയ ശബ്ദം ഉണ്ടാക്കുന്നത്? വയ്യാതെ ഉറങ്ങിക്കിടന്ന എന്നെ ഉണർത്തി ഇവിടെയുള്ള ജീവജാലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒളിച്ചു. നീ എന്തിനാണ് അവയോടൊക്കെ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോ ഭീമസേനൻ പറഞ്ഞു, ഞാൻ പാണ്ഡവ രാജാവിന്റെ മകനാണ്, കുന്തിദേവിയുടെ മകനുമാണ്. എന്നെ ആളുകൾ വായുപുത്രൻ എന്നും വിളിക്കും. എൻ്റെ പേര് ഭീമസേനൻ എന്നാണ്. എനിക്ക് അങ്ങയുടെ മറികടന്ന് എനിക്ക് പോണം. അങ്ങ് മാറിക്കിടന്നാൽ വലിയ ഉപകാരമാകും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ വെറും കുരങ്ങനാണ്. നീ ഈ വഴി പോകാനാണ് ഭാവമെങ്കിൽ ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അപ്പോ ഭീമസേനൻ പറഞ്ഞു, ഞാൻ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യട്ടെ, അക്കാര്യം നിന്നോട് ചോദിക്കുന്നില്ല. നീ അല്പം മാറി കിടന്ന് എനിക്ക് വഴി തരുമോ വരുമോ എന്നല്ല, തരൂ. അപ്പോ ഹനുമാൻ പറഞ്ഞു, ഞാൻ രോഗിയാണ്, നിനക്ക് പോയേ തീരുമെങ്കിൽ എന്നെ മറികടന്ന് പോവൂ എന്ന് പറയും. അപ്പോ ഭീമസേനൻ പറഞ്ഞു, ജ്ഞാനഗമ്യമായ പരമാത്മാവ് സകല പ്രാണികളിലും കുടികൊള്ളുന്നു. അങ്ങനെയുള്ള ആ ശരീരത്തെ മറികടന്ന് പോകുന്നത് ആ അദ്ദേഹത്തെ അപമാനിക്കലാവും. ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ച് ആ പരമാത്മ ചൈതന്യത്തെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങനെ മറികടന്നു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നീയെന്നല്ല, ഈ പർവ്വതത്തെ തന്നെ എനിക്ക് മാർഗമധ്യേ കിടന്നാൽ ഞാൻ അതിനെ വരെ മറികടന്ന് പോകും. പണ്ട് ഹനുമാൻ സമുദ്രം താണ്ടി ലങ്കയിലേക്ക് പോയതുപോലെ. അപ്പോ ഹനുമാൻ പറഞ്ഞു, സമുദ്രം താണ്ടി ലങ്കയിലേക്ക് പോയത് അതാര്? അങ്ങനെ ഒരാള് ആരാണ്? അയാളെ പറ്റി അറിയാമെങ്കിൽ കൂടുതൽ പറയൂ എന്ന് പറയും. അപ്പോ ഭീമസേനൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനായ ആഞ്ജനേയനാണത്. അദ്ദേഹം ബുദ്ധിയുള്ളവനും പരാക്രമശാലിയുമാണ്. അദ്ദേഹം സീതാന്വേഷണത്തിനായി സമുദ്രം ചാടിക്കടന്നു പോവുകയും ദശാസനെ, അതായത് രാവണനെ വധിക്കാൻ കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ കിടനിൽക്കുന്നവനാണ് ഞാനും എന്ന് ഭീമസേനൻ ഹനുമാനോട് പറഞ്ഞു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, എടാ മനുഷ്യ, കോപിക്കരുത്. വാർദ്ധക്യം നിമിത്തം എനിക്ക് അല്പം പോലും എണീക്കാൻ വയ്യ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വാലിനെ ഇത്തിരി അങ്ങോട്ട് നീക്കിയിട്ടിട്ട് നീ കടന്നു പോകൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭീമസേനൻ വളരെ അവജ്ഞയോടുകൂടി, വാർദ്ധക്യത്തില് രോമമെല്ലാം കൊഴിഞ്ഞ് വയസ്സായി കിടക്കുന്ന ആളല്ലേ, അപ്പൊ വളരെ അവജ്ഞയോടുകൂടി തൻ്റെ ഇടത്തെ കൈ കൊണ്ട് ആ വാലിനെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചു. ഇടത്തെ കൈ കൊണ്ട് വാലി പിടിച്ചിട്ടും വാൽ അനങ്ങുന്നില്ല.
അപ്പൊ 2 കൈ കൊണ്ടും ശക്തിയോടുകൂടി വാലിനെ പിടിക്കാൻ തോന്നി. എന്നിട്ടും വാൽ അനങ്ങുന്നില്ല. തന്റെ കയ്യിലുള്ള ഗദ കൊണ്ട് ഇളക്കി മാറ്റാൻ നോക്കി. എന്നിട്ടും വാൽ അനങ്ങുന്നില്ല. ഭീമസേനൻ കൂപ്പുകൈകളോടെ ചോദിച്ചു, അല്ലയോ വാനര ശ്രേഷ്ഠ, അങ്ങ് ആരാണ്? അങ്ങ് ഗന്ധർവനാണോ, യക്ഷനാണോ, ദേവനാണോ? അങ്ങ് ആരാണ്? എൻ്റെ അവിവേകം പൊറുക്കണം. അങ്ങ് ആരാണെന്ന് എന്നോട് പറഞ്ഞാലും. അപ്പോ ഹനുമാൻ പറഞ്ഞു, ഭീമ, ഞാൻ വാനര രാജാവായ കേസരിയുടെ പത്നി, ജഗത് പ്രാണനായ വായുവിനുണ്ടായ പുത്രൻ ആഞ്ജനേയനാണ്. സുഗ്രീവൻ എൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ബാലിയുമായിട്ടുള്ള പിണക്കത്തിൽ സുഗ്രീവനോടൊപ്പം ഞാൻ ഋഷിമുഖാചലത്തിൽ ഒരുപാട് വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. സീതാന്വേഷണത്തിനും രാവണവധത്തിനും ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഒടുവിൽ അയോധ്യയിൽ വെച്ച് ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോടൊരു വരം ആവശ്യപ്പെട്ടു. ഭൂമിയിൽ രാമകഥ പ്രചരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആയുസ് കിട്ടണമേ എന്ന്. അദ്ദേഹം ആ വരം എനിക്ക് നൽകുകയും ചെയ്തു. ഇവിടെ ഗന്ധർവന്മാരും അപ്സരസ്സുകളുമെല്ലാം രാമകഥാ ഗാനം കൊണ്ട് എന്നെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ മനുഷ്യർക്ക് പ്രവേശനമില്ല. നീ അങ്ങോട്ട് പോവാൻ ശ്രമിച്ചാൽ ആരെങ്കിലും നിന്നെ തിരസ്കരിക്കുകയോ ശപിക്കുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. പിന്നെ നീ വന്ന കാര്യത്തിന് ഇവിടെ അടുത്ത് തന്നെയാണ് ആ ഉദ്യാനവും തടാകവും. അത് കുബേരന്റെ വകയാണ്. നീ അങ്ങോട്ട് ചെന്നാൽ മതി. പക്ഷേ അവിടെ ചെന്ന് അവരുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് നിനക്ക് പൂവ് ലഭിക്കുകയില്ല. യക്ഷന്മാരും രാക്ഷസന്മാരും എല്ലാം കാവൽ നിൽക്കുന്ന സ്ഥലമാണ്. കുബേരന്റെ അനുവാദമില്ലാതെ ആരെയും അകത്ത് കടത്തി വിടില്ല. ആ തടാകത്തിൽ ആർക്കും സ്നാനം ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് നീ അവരോട് വിനയത്തോടു കൂടി തന്നെ നിന്റെ ആഗമനോദ്ദേശം അറിയിക്കണം. അവർ അത് കുബേരനോട് അറിയിച്ചിട്ട് നിനക്ക് അനുവാദം തരും എന്ന് പറഞ്ഞ് ഹനുമാൻ തന്റെ അനുജനായ ഭീമസേനനെ മാറോട് അണച്ച് കെട്ടിപ്പുണരുന്നു. അപ്പൊ ആ സമയം ഭീമസേനൻ പറയും, അങ്ങ് എനിക്ക് എൻ്റെ ഒരാവശ്യം കൂടെ സാധിച്ചു തരണം. അപ്പോ ഹനുമാൻ ചോദിക്കും, അതെന്താണ്? അങ്ങ് സീതാന്വേഷണത്തിന് വേണ്ടി സമുദ്രം ചാടിക്കടന്നല്ലോ, അപ്പോഴത്തെ ആ രൂപം എനിക്കൊന്ന് കാണണം. ഇപ്പൊ പറയും, അത് കാണാൻ കഴിയില്ല. കാരണം യുഗങ്ങൾ മാറിക്കഴിഞ്ഞു. ത്രേതായുഗം കഴിഞ്ഞു, ഇപ്പൊ ദ്വാപര യുഗമാണ്. മഹർഷിമാരും ദേവന്മാരും ഭൂമി തന്നെയും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ അതിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ പറഞ്ഞു, അത് പറ്റത്തില്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, എന്നോട് അല്പമെങ്കിലും കാരുണ്യം ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് കാണിച്ചു തരണം. ഉടൻ തന്നെ ഹനുമാൻ തൻ്റെ ആ വീര മഹത് രൂപം ഭീമസേനന് കാണിച്ചു കൊടുക്കുകയാണ്. സ്വർണവർണ്ണത്താൽ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന തേജസ്വരൂപിയായ അദ്ദേഹത്തിന്റെ രൂപം കണ്ടപ്പോ അത്ഭുത സ്തബ്ധനായി നിന്നുപോയി ഭീമസേനൻ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ നേരെ നോക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് ഈ രൂപം പ്രതിസംഹരിച്ചാലും. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ ആ രൂപം പ്രതിസംഹരിച്ചു. എന്നിട്ട് ഭീമസേനോട് പറഞ്ഞു, നീ ഒരു വരം ആവശ്യപ്പെട്ടുള്ളൂ. എന്താ നിനക്ക് വേണ്ടത്? കൗരവരെ മുഴുവൻ ഞാൻ തോൽപ്പിക്കണോ? ദുര്യോധനെ പിടിച്ചു കെട്ടി നിന്റെ അടുത്ത് കൊണ്ടുവരണോ? എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങക്ക് ഇതെല്ലാം സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോ അതൊന്നും ആവശ്യമില്ല. അങ്ങയുടെ ദയ അല്ലെ അങ്ങയുടെ സ്നേഹം എപ്പോഴും പാണ്ഡവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അത് ഹനുമാൻ സമ്മതിക്കുകയും അനുജനെ ആ പുഷ്പം പറിക്കാനായിട്ട് അവിടോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു. ഈ സമയം ബദരികാശ്രമത്തില് യുധിഷ്ഠിരൻ ഭീമസേനെ അന്വേഷിച്ചു. ഭീമസേനൻ എവിടെ പോയി? അപ്പോ പാഞ്ചാലി പറഞ്ഞു, ഇതുപോലെ ആ സൗഗന്ധിക പുഷ്പം എനിക്ക് കുറച്ച് വേണം. കാമ്യക വനത്തിലെ ആശ്രമത്തിൽ പോകുമ്പം
കൊണ്ടുപോകാനാണ്. അപ്പൊ അതന്വേഷിച്ച് ഭീമസേനൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇവിടെ ചില അപശകുനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നകുലനും സഹദേവനും, നമുക്ക് നേരെ ഭീമനെ അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞ് ഘടോൽക്കജനെ വിളിച്ചു. പാഞ്ചാലിയെ ഘടോൽക്കജൻ ചുമലിലേറ്റി. ബാക്കി പാണ്ഡവരെയും മഹർഷിമാരെയും അനുയായികളെയും എല്ലാം മറ്റ് രാക്ഷസന്മാരെ തോളിലേറ്റി അവർ പതുക്കെ ഭീമസേനെ അന്വേഷിച്ച് പോകുന്നു. അവര് സഞ്ചരിച്ച് ആ കുബേരന്റെ തടാകവും പൂന്തോട്ടവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ യക്ഷന്മാരും രാക്ഷസന്മാരും ഒക്കെ കുബേരന്റെ അഭിപ്രായം അറിഞ്ഞ് ഭീമസേനനെ ക്ഷണിച്ചു. ആ സമയം തന്നെ ദുര്യോധനാദികളും അവിടെ എത്തി. അവരെല്ലാരും കൂടെ തടാകത്തിൽ ഇറങ്ങി സ്നാനം ചെയ്തു. അതിനുശേഷം ഭീമസേനന് ആവശ്യമുള്ള പുഷ്പങ്ങൾ അവിടുന്ന് കൊടുക്കുകയും അതുകൊണ്ട് അവര് തിരിച്ച് ബദരികാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമസ്കാരം.